ഒരു പിടി ചോറ് അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ചെയ്തോ. ഇതാണ് ഐറ്റം. ക്ലാസ് എരിവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ ഒരു അച്ചാറ് നിങ്ങളെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഹായ് ബോസ്, ഞാൻ ഷൈജു കോസ്റ്റക്കാവ് ഷൈം വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ ചെയ്ത് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കാന്താരി മുളക് അച്ചാർ ഇടാൻ പോവാണ്. നല്ല സൂപ്പർ അച്ചാറാണ്. അതിന് കുറച്ച് ദൂരം താണ്ടി പോകണം, കുറച്ച് കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാട്ടിൻ്റെ ഇടയിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയാൽ കാന്താരി മുളക് പറിച്ചു കൊണ്ടുവന്ന് അതിന് അടിപൊളിയായിട്ട് അച്ചാറാനുള്ള പരിപാടിയാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാട് തേടി പോവുകയാണ്, കാന്താരി മുളക് അന്വേഷിച്ച് പോവുകയാണ്. വലിയൊരു ചെറിയ രീതിയിലുള്ളൊരു കാടാണ്, കുറ്റിച്ചെടികളൊക്കെ വളർന്നിരിക്കുന്നത്. അപ്പോൾ കാന്താരി ചെടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ആദ്യം തന്നെ ഒരു കാന്താരി ചെടി കണ്ടു. അതിനകത്ത് കുറേ പഴുത്ത മുളകുകളാണ് നിൽക്കുന്നത്. കുറേയൊക്കെ ആരൊക്കെയോ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗുണം മനസ്സിലാവരെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പഴുത്തതും പച്ചയുമായ എല്ലാ കാന്താരിയും കൂടെ ചേർത്തിട്ട് ഇന്നത്തെ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തലയെ കെട്ടി ഇറങ്ങിയ കാന്താരി മുളക് പറിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു കാന്താരി പൊട്ട് കാന്താരി വളഞ്ഞതെല്ലാം ആരൊക്കെ പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതിന് നല്ല ഒരു ഇതാണ്. അപ്പോൾ ഈ കാന്താരിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വില എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങ് വീഡിയോയിലോട്ട് പോകാം. ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ കാട്ടിൽ നിന്ന് പറിച്ച കാന്താരി മുളക് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, പഴുത്തതും പച്ചയായിട്ടുള്ളത്. നമുക്കിനി ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ചെറിയ ജീരകം, പിന്നെ വലിയ ജീരകം, സോമ്പു എന്ന് പറയും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി ഒന്ന് വറുത്തെടുക്കാം. നല്ല ചുവപ്പ് കളറാവുന്നവരൊന്ന് വറുത്തെടുക്കും. അത് കൂടെ തന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുക്കണം. എണ്ണയില്ലാതാണ് കടുകും ഇതെല്ലാം കൂടെ ചേർത്താണ്ട് ഈ ചുവപ്പ് കളറാക്കി വരുന്നവരാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അതും ഇതുപോലെ ഒന്ന് ചുവപ്പ് കളറാവുന്നവരെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചുവപ്പ് കളറായിട്ടുണ്ട് ഉലുവ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയ ജാറിലോട്ടിട്ട് ഈ ഉലുവയും ചേർത്ത് അങ്ങോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത് വെറൈറ്റിയാണ് സംഭവം കേട്ടോ, അതൊക്കെ ചെയ്തു നോക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയിലോട്ടിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഈ പരുവത്തിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ കാന്താരി മുളകിലായിട്ട് ഇത് അങ്ങോട്ട് മൊത്തം തട്ടി അങ്ങോട്ട് കൊടുക്കണം. ശകലം പോലും മിസ്സാവാതെ തട്ടിയിട്ട് അങ്ങോട്ട് ഇളക്കണം. കുറച്ച് ഉപ്പും കൊണ്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം, കാരണം അച്ചാറല്ലേ. അപ്പോൾ അതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഈ പരുവത്തിന് കിട്ടണം. ഈ പരുവത്തിന് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് കൊടുക്കാം. അത് കുറച്ച് കടുകെണ്ണയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. കടുകെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി നമുക്ക് തോല് പൊളിച്ച് അതൊന്ന് അരിഞ്ഞ് വെക്കാം. അത് കഴിഞ്ഞിട്ട് വലിയ മുളക് ഒരു 10 ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മതിയല്ലോ. 10 എടുത്ത് കീറി ഇതുപോലെ മിക്സാക്കി മറ്റേ കൂടെ ചേർത്ത് തന്നെ കാന്താരിയുടെ കൂടെ ചേർത്ത് തന്നെ ഇതുപോലെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ്ട് ഇതിങ്ങനെ കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി ആദ്യമേ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ ഹൈലൈറ്റ് സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, കാരണം കാശ്മീരി ചില്ലി ആകുമ്പോൾ ഇപ്പോൾ കാന്താരി മുളകല്ലേ നല്ല എരി ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കായപ്പൊടിയാണ്. കായപ്പൊടിയുടെ മണമാണ് ഇതിനകത്ത് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ കായപ്പൊടി കുറച്ച് ഓവറായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് സിന്തറ്റിക് വിനാഗിരി അഥവാ സുർഖ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ വെള്ളം എന്ന് പറയുന്നൊരു അംശം ചേർക്കാനേ പാടില്ല. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ഗുണം പോയി. അത് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്തിരിക്കുന്ന ഈ മുളകും അങ്ങോട്ട് എടുത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനി തണുക്കണം, നല്ല ഭംഗിയായിട്ട് തണുക്കണം. അപ്പോൾ തണുത്ത് വരുമ്പോഴത്തേക്ക് കളറൊക്കെ മാറും. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. കളർ മാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഉണങ്ങിയ ബോട്ടിലെടുക്കണം. ബോട്ടിലെടുത്തിട്ട് നമുക്ക് ഇതിനെ ആ ബോട്ടിലേക്ക് അങ്ങോട്ട് മാറ്റി അടച്ച് മുറുക്കി അങ്ങോട്ട് ഭംഗിയായിട്ടൊന്ന് അടച്ചങ്ങോട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു അടവയായിട്ടായിട്ട് ഇനി 2 ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ്ട് ഇങ്ങനെയാണ് സംഭവം. 2 ദിവസം കഴിഞ്ഞ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് പഴങ്കഞ്ഞി എടുത്തിട്ടുണ്ട്. പഴങ്കഞ്ഞിയാണ് ഇതിൻ്റെ മെയിൻ സാധനം. പഴങ്കഞ്ഞി, അതിൻ്റെ കുറച്ച് കട്ട തൈര്, പിന്നെ അതിനകത്ത് കുറച്ച് പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പുളിശ്ശേരി ഒഴിച്ച് കട്ട തൈര് ഒഴിച്ചാണ് പഴങ്കഞ്ഞി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ കുടിച്ചിട്ടുള്ളതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കാന്താരി മുളക്. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് നല്ല പഴങ്കഞ്ഞിയെല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ. പഴങ്കഞ്ഞിയിലോട്ട് കുറച്ച് കാന്താരി മുളക് അങ്ങോട്ട് തട്ടിയിടുന്നു. എന്നിട്ട് വേണ്ടേ ഒരു പിടി ചോറ് അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ചെയ്തോണ്ടോ.
ഇതാണ് ഐറ്റം. ക്ലാസ് എരിവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കാന്താരി മുളക് പ്രഷറിന് ഏറ്റവും നല്ലതാണ്. ഒരുപാട് കഴിക്കരുത്, കുറച്ച് കഴിക്കാവുള്ളൂ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ പഴങ്ങൾ ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഓക്കെ.